എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് എപ്പിസോഡുണ്ടല്ലോ. കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. എന്താടാ പോവാന്ന് പറഞ്ഞിട്ട് സ്ലോ എന്താ വേരിയേഷൻ അങ്ങനെ കുറഞ്ഞു വന്നു? അതാ ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല. സാരല്ല, നീ എങ്ങനെ ഇവിടെ പിടിച്ചാണ്ട് സൗണ്ട് കുറച്ചോ? അവിടെ പിടിച്ച സൗണ്ട് കൂടുതലാണല്ലോ ചെയ്യേണ്ടത്. അല്ല, നീ കുറച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ലേ. ഇത് ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്തോ ചെറിയൊരു റിപ്പയറിങ്ങിന്റെ ആവശ്യമുണ്ട്, ശരിയാക്കാം. അത് ചെറുതല്ല, വലിയ റിപ്പയറിംഗ് ആണ് അത് വേണ്ടത്. ഫസ്റ്റ് കിഴി തുടങ്ങിക്കോ. D54, ധനുഷിന്റെ 54ാമത്തെ സിനിമ. വിഘ്നേഷ് രാജ് സിനിമ ഡയറക്റ്റ് ചെയ്യും. പൂജ ഹെഗ്ഡെ നായികയായിട്ട് വരുന്നു. ജൂലൈ 14 സിനിമയുടെ ഷൂട്ട് തുടങ്ങും. പോർത്തൊഴിലിന്റെ സംവിധായകൻ. ധനുഷുമായിട്ട് ത്രില്ലറിനെ ആയിരിക്കുമോ? ആവട്ടെ, നല്ലൊരു സിനിമ. പൂജ ഹെഗ്ഡെ ഉണ്ടോ നായിക? അപ്പൊ ത്രില്ലർ ആയിരിക്കുമോ? നമുക്ക് വലിയ ത്രില്ലൊന്നും ഉണ്ടാവില്ല. ആള് വന്നു കഴിഞ്ഞാൽ പച്ച പിടിക്കാറില്ല. ആൾക്കും കീർത്തി സുരേഷിനും അങ്ങനെ ഒരു പ്രത്യേക ഒരു ഭാഗ്യമുള്ള രണ്ട് നായികമാരാണ്. ഓക്കെ, അടുത്തത് പരാശക്തി. സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരാശക്തി. നമ്മുടെ SK, രവി മോഹൻ, അഥർവ, ശ്രീലീല ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അതായത് സൂര്യ, ദുൽഖർ, നസ്രിയ, വിജയ് വർമ്മ ഇവരൊക്കെ അഭിനയിക്കേണ്ട സിനിമയായിരുന്നു. ഓക്കെ, എന്തായാലും സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇതേ അഥർവയും സുധാ കൊങ്കാരയും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ. അടുത്തത് വെങ്കടേഷ് ത്രിവിക്രം മൂവി. സിനിമയിൽ നായികയായിട്ട് നിധി അഗർവാൾ ആയിരിക്കും കേട്ടോ. നിധി അഗർവാളിന് ഇപ്പൊ നല്ല കുറെ സിനിമകളാണ്, വലിയ സിനിമകളിലാണ്. അതെ, ഹരിഹര വീരമല്ലൂല് നായികയായിട്ട് ആളായിരുന്നു. കൊള്ളാം. അടുത്തത് പോന്നോട്ടെ. കില്ല്. മോനെ, ഒരു ടൈമിൽ എന്തായിരുന്നു കില്ലിന്റെ കിഴികള്. അല്ല, ഇതിനൊരു റീമേക്കിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും ആവശ്യമില്ല. പിന്നെ ധ്രുവിക്രമിന്റെ ടാലന്റ് കാണിക്കാൻ പറ്റും. ആ രീതിയിൽ കാണാം, വേറൊരു വേർഷൻ കാണാം. എന്തായാലും നല്ലൊരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ത്രിവിക്രമാണ് ഇതിൽ നായകനായി വരുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ ആ ധ്രുവിക്രം എന്നല്ല പറഞ്ഞ് ത്രിവിക്രം എന്ന് പറഞ്ഞ് വിക്രമിന്റെ മകൻ. അത് തൊട്ട് മുന്നേ ത്രിവിക്രത്തിന്റെ സിനിമ എടുത്തിട്ട് ധ്രുവ് വിക്രമാണ് ഇതിൽ നായകനായി വരുന്നത്. ധ്രുവിന്റെ കഴിവ് കാണാൻ പറ്റും ആ ഒരു വേർഷനിൽ, ആ രീതിയിൽ കാണാം. ആള് നല്ല കിടിലൻ മാർഷൽ ആർട്സ് ഒക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഒരു വൈബ് ഉണ്ടാവും. പക്ഷെ മേക്കിങ്ങിൽ ആ ഒരു വൈബ് അത് വേണം. നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടണം. കൊല്ലവനെ എന്ന് തോന്നുന്ന ലെവല് ഇതിൽ. അത് മാത്രല്ല, നായകന് മാത്രല്ല ഇതിൽ പ്രാധാന്യം, വില്ലൻ രാഘവ് ജോലി ചെയ്ത കഥാപാത്രക്കാര് ചെയ്യുന്ന സാധനം. അടുത്തത് ടൂറിസ്റ്റ് ഫാമിലി. സിനിമയുടെ ഡയറക്ടർ അഭിഷൻ ഒരു പുതിയ സിനിമയിൽ നായകനായിട്ട് എത്തുന്നു. അനശ്വര രാജനാണ് നായികയായിട്ട് എത്തുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴിലേക്ക് വരുന്ന പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ടൂറിസ്റ്റ് ഫാമിലിയിൽ കുറച്ച് അഭിനയിച്ച ഒരാളായിരുന്നു. ആ ക്ലൈമാക്സിൽ ലാസ്റ്റ് വന്നു പോയ ഒരു ക്യാരക്ടർ. അത് ഇതിൻ്റെ ഡയറക്ടർ ആൾ മെയിനായിട്ട് ലീഡായിട്ട് ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ ഒരുക്കുന്നത് ഈ ടൂറിസ്റ്റ് ഫാമിലിയുടെ കോ ഡയറക്ടറാണ്. എന്താണെങ്കിലും ഇതിന്റെ പേരുകൾ 2 പേരുകളാണ് കിടക്കുന്നത്. കറക്റ്റഡ് മച്ചിയും ഫ്ലെയിംസും. അത് ഏതാണ് സെലക്ട് ചെയ്യാന്നുള്ളത് അറിയാം. അതവര് കറക്റ്റ് ചെയ്തോളൂ. കേരളത്തിലൊക്കെ അതൊരു മച്ചീന്ന് വിളിച്ചാണല്ലോ ചേർന്ന കിട്ടുള്ളൂ. പെണ്ണുങ്ങളെ വിളിച്ചാലേ പ്രശ്നം. അതെ, ആണുങ്ങളെ വിളിക്കാൻ വേണമെങ്കിൽ മച്ചൻ മച്ചിന്നൊക്കെ ഇവിടെ വിളിക്കാറുണ്ട്. മച്ചു ഒക്കെ വരും. ഓക്കെ, അടുത്തത് ഇന്നസെന്റ് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അൽതാഫ് സലീമും അനാർക്കലി മരിക്കാറും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. അതായത് നമ്മുടെ മന്ദാകിനി സിനിമയുടെ ടീം, അതായത് ആ ടീമിന്റെ അടുത്ത സിനിമയാണ്. വീണ്ടും ഒരു കല്യാണമാണോ രണ്ടുപേരും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്ക് ആ മറ്റേ ശ്രീനിവാസൻ നോക്കുന്ന അതേപോലെ അതിന് വേറെ പിടിച്ചതായിരിക്കും. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തത് കാന്താര 2. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ 2 ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നു കേട്ടോ. പോസ്റ്റർ ഋഷഭ് ഷെട്ടി. അതെ, എല്ലാ ആളന്നെ അത് സ്പെഷ്യൽ നടൻ. അതെ, എന്തായാലും കാന്താര സിനിമയ്ക്ക് ശേഷം വരുന്ന അതിന്റെ അടുത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പരിപാടി ചെറിയ പരിപാടി ഭീകര പോസ്റ്റർ ആട്ടോ.
ഭീകര പോസ്റ്റർ, എന്തൊക്കെ നടക്കുന്നുണ്ട് അതില്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് യുദ്ധങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് അമ്പും വില്ലും അല്ലെങ്കിൽ മറ്റേ പരിചയം, വാളും പരിചയം, പിന്നെ അതേ കൂടി ഫുള്ള് കത്തികള്, അമ്മൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പരശുരാമന്റെ ക്യാരക്ടർ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഒക്ടോബർ 2 അതെ. പൊളി 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 പൊളി. അടുത്ത കിഴി മറ്റേ ഇന്നസെന്റിന്റെ ഡയറക്ടർ നമ്മൾ പറഞ്ഞോ, എന്താണ് സതീഷ് താൻവിയിലെ? അത് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഓക്കെ, അടുത്തത് എന്താടാ ദുരന്തർ. കറക്റ്റ്. എനിക്ക് തോന്നി നോട്ടം കണ്ടപ്പോ തന്നെ. അല്ലാ, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ചെടുത്താൽ ദുരന്തർ അല്ലേ? എന്തായാലും ദുരന്തർ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. വമ്പൻ സംഭവമായിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പോസ്റ്ററൊക്കെ ആയിട്ട് ആളുടെ ലുക്കൊക്കെ അല്ലേ കാണാം. ഇതിലെല്ലാവരുടെയും ലുക്കും ഉണ്ട് ഫസ്റ്റ് ലുക്കായിട്ട്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. സാധനം പൊളി സാധനമാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഉറി സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഒരുക്കുന്നത് കേട്ടോ. നമ്മുടെ രൺവീർ സിംഗ് നായകനാവുന്ന സിനിമയാണ്. പിന്നെ അതിൽ നായികയായിട്ട് വരുന്നത് നമ്മുടെ സാറ അർജുനാണ്. ആൻമറിയ കലിപ്പിലാണ് ചെറിയ പെൺകുട്ടി നായിക, ഏഞ്ചൽ കുട്ടി. ആദിത്യദാറാണ് കേട്ടോ സിനിമ ഡയറക്ട് ചെയ്യുന്നത്, അതായത് ഉറിയുടെ ഡയറക്ടർ. അതെ, സഞ്ജയ് ദത്ത് ഉണ്ട്. പിന്നെ വമ്പൻ ടീമാട്ടോ. ഡിസംബർ 5 സിനിമ റിലീസിനെത്തുന്നത്. അമ്പോ ഭയങ്കര ക്ലാഷാ അത് വരാൻ പോകുന്നത്. ഡിസംബർ 5 ഒന്ന് രാജാ സാബ് ഉണ്ട് പ്രഭാസിന്റെ, പിന്നെ ഷാഹിദ് കപൂർ നായകനാവുന്ന സാജിദ് നാദിയാവാറിന്റെ സിനിമ. അതായത് സ്ക്രിപ്റ്റ് നമ്മുടെ ഭരദ്വാജാണ് തോന്നുന്നു. മനസ്സിലായി. അപ്പൊ വൻ ക്ലാഷ് ആണ് ഡിസംബർ 5. അടുത്തത് ടോക്സിക്. ടോക്സിക് സിനിമയുടെ മ്യൂസിക് അനിരുദ്ധ് ചെയ്യും കേട്ടോ. അനിരുദ്ധ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആ ഒരു എന്തൊരു ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ബർത്ത്ഡേ പീക്ക്. മ്യൂസിക് ചെയ്തത് അത് ശരിയാണല്ലോ. അപ്പൊ ആ ആളല്ലേ ഇതിന്റെ മെയിൻ മ്യൂസിക് ഡയറക്ടർ അല്ലേ? മാറ്റിയിട്ടുണ്ടാവും ചിലപ്പോ. അതിനു വേണ്ടി ആളെ അന്നൊന്നും നമുക്ക് ഈ സംശയം എപ്പോഴും ഉണ്ടായിരുന്നു. അന്നും എപ്പോഴും മ്യൂസിക് ഡയറക്ടർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് സത്യമാണ്. ആരാണെന്നൊക്കെ അന്ന് ഭയങ്കരമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ആരതിന് മ്യൂസിക് കൊടുക്കുന്നത്. കിട്ടിലും മ്യൂസിക് ഗംഭീര സാധനമായിരുന്നേ. അതെ, എന്തായാലും കന്നഡയിലേക്ക് നമ്മുടെ അനിരുദ്ധ് കാലെടുത്ത് വെക്കാൻ പോവാണ്. അവിടെ ആദ്യത്തെ കന്നഡ മൂവിയാണ്. യശ് നായകനാവുന്ന സിനിമ. ഗീതു മോഹൻദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന്. നമ്മുടെ സിനിമയിലാണ് അല്ലേ, മലയാളത്തിന്റെ. അതെ. അടുത്തത് വിനീത് ശ്രീനിവാസൻ. നെക്സ്റ്റ് വിനീത് ശ്രീനിവാസനും നോബിളും ഒരുമിക്കുന്ന സിനിമ ഉണ്ട്. അതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഉടനടി വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓഗസ്റ്റിലായിട്ട് വരാൻ പോകുന്നത്. സിനിമ പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ 26 അതൊരു ചെറിയ ക്ലാഷാണ്. അതൊരു ത്രില്ലർ സിനിമ. അതെ, ത്രില്ലറാണ്. അതെ, ത്രില്ലറാണ്. ഫീൽ ഗുഡ് എന്നൊക്കെ വിട്ടിട്ട് ത്രില്ലർ പിടിച്ചിരിക്കുകയാണ്. അത് നന്നാവും. അതെ, അതൊരു സത്യം. വളരെ അത്യാവശ്യമാണ് അത്. മാറണം. മാറിയിട്ടില്ലെങ്കിൽ ഇനി ഏറിപ്പോവും. അടുത്ത ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം. ഓക്കെ, നരേൻ പരമേശ്വരനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഭാഗമായിട്ട് വന്നിട്ടുള്ള സിനിമ ഏതാണ്? മോസ്റ്റ് സാറ്റിസ്ഫൈഡ് സെക്കൻഡ് പാർട്ട് ഏതാണ്? തിയേറ്ററിൽ കണ്ടതാണെങ്കിൽ KGF 2. പിന്നെ ഏതായിരുന്നു? പിന്നെ അല്ലാതെ തിയേറ്ററിലാണെങ്കിൽ ദൃശ്യം 2. OTT ആണെങ്കിൽ ദൃശ്യം 2. വേറെ ഇപ്പം പിന്നെ ഏതാ? പിന്നെ ബാഹുബലി കുഴപ്പമില്ല. ബാഹുബലി കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അല്ല ഈ അത് തന്നെ സത്യം, ഈ 3-4 സിനിമകളാണ്. പക്ഷെ ബാഹുബലിനേക്കാളും നമ്മൾ ആഘോഷിച്ചു എന്ത് KGF. അതാണ് ബാഹുബലി. KGF 1 ഭയങ്കരമായിട്ടാണ് KGF 2 കാത്തിരുന്നത്. ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ ബാഹുബലി 2, KGF 2, ദൃശ്യം 2 ഇതൊക്കെ തന്നെ. ഓക്കെ, നരേൻ പരമേശ്വരൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അടുത്തത് 3 വന്നോ? 4 വന്നോ? ഭയഭക്തി ബഹുമാനം. ഓക്കെ, സിനിമയുടെ ഷൂട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ലാലേട്ടൻ ജോയിൻ ചെയ്ത ബാക്കിയുള്ള പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യും. ലാലേട്ടൻ ഇപ്പോൾ നമ്മുടെ MMN അതായത് പേട്രിയോട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതി ഉറപ്പൊന്നുമില്ല, സാധ്യത പറയാണ്. അതായത് 10-ാം തീയതി ചിലപ്പോൾ ബബ്ബയിൽ ജോയിൻ ചെയ്യാൻ സാധ്യത ഉണ്ട്.
എന്നിട്ട് അത് പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നാണ് ഈ സിനിമ. എന്തോ ഒരു പ്രത്യേക താല്പര്യം ആ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടിട്ട്. തിയേറ്ററിൽ ഈ ആഘോഷിക്കാനുള്ള ചില സിനിമകളെ വരുള്ളൂ, അതിനിങ്ങനെ കാത്തിരിക്കും. അടുത്തത് കില്ലർ. കില്ലർ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, അതായത് മ്യൂസിക് കമ്പോസറെ പുറത്തുവിട്ടിട്ടുണ്ട് AR റഹ്മാൻ. AR റഹ്മാനാണ് മ്യൂസിക് കമ്പോസർ. SJ സൂര്യയാണ് സംവിധാനം ചെയ്യുന്നത്. SJ സൂര്യനെയാണ് പ്രൊഡക്ഷൻ. പിന്നെ ശ്രീഗോകുലം ഉണ്ട്. ഓക്കെ, ഞാൻ കില്ലർ കേട്ടോ, കില്ലപ്പ് എടുത്തതല്ലേ, ആരും അതിലായിരുന്നു. ഓക്കെ, അടുത്തത് തുടർച്ചയായി 3 ശ്രീഗോകുലം മൂവീസിന്റെ സിനിമകളായിരുന്നു. അതായത് ഏതാ സിനിമ എന്ന് മനസ്സിലാക്കില്ല. ഒരു ബിഗ് അപ്ഡേറ്റ്, എന്തോ ഒരു അനൗൺസ്മെന്റ് ഇന്ന് 5 മണിക്ക് വരുന്നുണ്ട്. സാധ്യത ജയറാമും കാളിദാസ് ജയറാമും പ്രധാന വേഷത്തെത്തുന്ന സിനിമ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും കാത്തിരിക്കാം. ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.